എന്താണ് കഴിഞ്ഞ 10 വർഷം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ നരേന്ദ്രമോദിജി ഭാരതം ഭരിച്ചിട്ട്, അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ലോക നേതാവായി നമ്മുടെ ഈ ലോകം ഭരിച്ചിട്ട് കൃത്യമായിട്ട് എന്തായിരുന്നു ഗുണങ്ങൾ, എന്തായിരുന്നു ദോഷങ്ങൾ? ദോഷങ്ങൾ ഇല്ല എന്നുള്ളത് നമ്മൾക്കറിയാം. എന്നിരുന്നാലും ഈ ഗുണഗണങ്ങൾ കൃത്യമായിട്ടും നമ്മുടെ ജനത്തിന് മുൻപിലേക്ക് ഒരാളും കൊണ്ടുവരുന്നില്ല എന്നുള്ളത് വേദനയോടെ തന്നെ, വിമർശന ബുദ്ധിയോടുകൂടി തന്നെ ഇവിടെ പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 10 വർഷം നമ്മുടെ പ്രിയപ്പെട്ട നരേന്ദ്രമോദിജി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, അദ്ദേഹം ഈ 10 വർഷത്തിനിടയ്ക്ക് എന്താണ് നമ്മുടെ ഈ നാടിന് വേണ്ടി കൊണ്ടുവന്നത് എന്ന് രാഷ്ട്രീയ പാർട്ടിക്കാർ മറന്നാലും നമ്മൾക്കത് മറക്കാനാവില്ല. പ്രത്യേകിച്ച് അടുത്ത തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. അടുത്ത നരേന്ദ്രമോദിജിക്ക് അദ്ദേഹത്തിന് ഭരിക്കാൻ അദ്ദേഹത്തിന്റെ കൈകളായി നമ്മുടെ ഇവിടെ നിന്ന് MP-മാർ പോവേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു അവസ്ഥയിലിരിക്കെ ഇത് ഇനിയും പറഞ്ഞില്ലെങ്കിൽ വലിയ ഒരു കുറ്റവാളികളായി നമ്മൾ പോലും മാറും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വിശിഷ്ട വ്യക്തി ഹരിപ്രസാദ് മേനോൻജി, വിശിഷ്ട അതിഥിയെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയാണ് ഹരിപ്രസാദ് മേനോൻജി അങ്ങ് ഈ വിഷയത്തെ, അങ്ങ് തന്നെയാണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഒരു യാത്രയിലാണെങ്കിൽ പോലും, വീട്ടിലില്ലെങ്കിൽ പോലും, സ്റ്റുഡിയോയിൽ ഇല്ലെങ്കിൽ പോലും, വണ്ടിയിലായിരുന്നിട്ട് പോലും നമ്മൾ ഈ ഒരു വിഷയം എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് അങ്ങയുടെ ഈ ഒരു കാഴ്ചപ്പാട് വരുന്നത്? അതായത് ഈ 2024 ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ, വിശിഷ്യ കേരളത്തിൽ വികസനവും വിദ്വേഷവും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണെന്നാണ് ഞാൻ നോക്കിക്കാണുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. കേരളത്തിലെ ഒരു വ്യക്തിയെ പോലും ഇപ്പോ ജീവിച്ചിരിക്കുന്നതോ ഇതിനു മുമ്പ് മരിച്ചതോ ഇനി ജനിക്കാനിരിക്കുന്നതോ ആയ ഒരു കൊച്ചുകുട്ടിയെ പോലും ബാധിക്കാത്ത പൗരത്വ നിയമ ഭേദഗതിയാണ് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള ഇവിടെ കേരളം ഭരിക്കുന്ന CPIM ആയിക്കോട്ടെ, അതുപോലെ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ആയിക്കോട്ടെ ഉന്നയിച്ചു മുന്നിലോട്ട് പോകുന്നത്. അതായത് മതേതരത്വം, മതനിരപേക്ഷത, അതുപോലെ തന്നെ ജനാധിപത്യം സംരക്ഷിക്കുക എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള 2014-ലും 2019-ലും ഇപ്പൊ 2024-ലും ആവർത്തിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു ടാഗ് ലൈൻ പോലെ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് ഒബിയസ്ലി അത് വികസനവും വിദ്വേഷവും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളത്. നോക്കൂ, ഈ കേരളത്തിന്റെ ഒരു ഭരണം, അല്ലെങ്കിൽ ആ ഭരണത്തിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ആണ് ഈ തെരഞ്ഞെടുപ്പ് എങ്കിൽ ഇവിടത്തെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് അറിയാം, അവര് വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പൊ കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത്, ഒരു പക്ഷേ അതുകൂടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളത് അവർക്കറിയാം. അപ്പോ അതിന്റെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് നിന്ന് ഏതാണ്ട് 55 ദിവസം എടുത്ത് തിരുവനന്തപുരം വരേക്കും ഒരു നവകേരള യാത്ര എന്ന് പറഞ്ഞിട്ടൊരു യാത്ര അവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ യാത്ര സംഘടിപ്പിച്ച് സർക്കാരിന്റെ ചെലവില് നോട്ടീസ്, ഫ്ലക്സ്, ബോർഡ് ഇതെല്ലാം വെച്ച് 1.5 കോടി രൂപയുടെ ബസ്സിൽ യാത്ര ചെയ്ത് കേരളത്തിലെ ഉടനീളം വരുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പൊതുപരിപാടികൾ സംഘടിപ്പിക്കുകയും ആ പൊതുപരിപാടികളില് എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒന്നിച്ചെത്തി ജനങ്ങളുടെ മന്ത്രിസഭ നിങ്ങളുടെ അടുത്തേക്ക് എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ക്യാപ്ഷൻ തന്നെ. അപ്പൊ അങ്ങനെ എത്തി ജനങ്ങളുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ കേൾക്കുകയും പരാതി സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു അവകാശവാദം. പക്ഷെ ആക്ച്വലി ഏതാണ്ട് ഒരു 55 ദിവസം എടുത്തിട്ട് മൈക്കും സൗണ്ടും പോസ്റ്ററും ബസ്സും തീറ്റയും കുടിയും വെള്ളവും എല്ലാം, വെള്ളം എന്ന് ഉദ്ദേശിച്ചത് വേറൊരു സെൻസിലല്ല, കുടിക്കുന്ന കുപ്പിവെള്ളം അടക്കം സർക്കാരിന്റെ ചെലവിൽ എഴുതിയെടുത്തിട്ട് ഈ കേന്ദ്രമാണ് കേരളത്തെ ഇത്തരത്തിലുള്ള ഒരു ദയനീയ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് എന്നുള്ളത് ജനങ്ങളോട്, അല്ലെങ്കിൽ ജനങ്ങളെ കൺവേ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അവര്. അതിനെ ആധാരമായിട്ട് അവര് പറഞ്ഞത് 57,400 കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് കിട്ടാനുള്ളത്. അതിൽ GST വിഹിതമുണ്ട്, നഷ്ടപരിഹാരം, GST നഷ്ടപരിഹാരം പെടും, അതുപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റ് പെടും, പിന്നെ കടമെടുപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് 57,400 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് എന്നുള്ള ഉദ്ദേശം കൊണ്ട് നടത്തിയതാണ് ഈ നവകേരള യാത്ര എന്നുള്ളത് ഇപ്പൊ പകൽ പോലെ വ്യക്തമാണ്. കാരണം ഈ യാത്ര കഴിഞ്ഞിട്ട് ഏതാണ്ട് 1-2 മാസമായിട്ടുണ്ട്.
ഈ യാത്രയില് ഞാൻ ഈ യാത്രയിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ്. എൻ്റെ നാട്ടില് നാട്ടിക എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തില് തൃപ്രയാർ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഈ യാത്രയിൽ പോയി ആ യാത്ര മുഴുനീളം കാണുകയും അവിടെ സംസാരിച്ചതും പ്രസംഗിച്ചതൊക്കെ കേട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു പരാതിയല്ല, പക്ഷെ നാടിനെ സംബന്ധിക്കുന്ന ഒരു പരാതി ബോധിപ്പിക്കാനുണ്ടായിരുന്നു. ആ പരാതി ഞാൻ അവിടെ ബോധിപ്പിച്ച് റെസീറ്റ് വാങ്ങിയിട്ടുള്ള ആളാണ്. പക്ഷെ നാളിതുവരെ, ഇനിയിപ്പോ എന്റെ പരാതി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, നാളിതുവരെ അതിനകത്ത് വേറൊരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നില്ല. അന്ന് പരാതി കിട്ടിയ സമയത്ത് അത് കളക്ടറേറ്റിൽ സ്വീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടൊരു SMS എനിക്ക് വന്നിട്ടുണ്ട്. എന്റെ കൂടെ പരാതി കൊടുത്ത എനിക്ക് പരിചയമുള്ള എന്റെ നാട്ടുകാരായ എല്ലാ ആളുകളോടും ഞാൻ തിരക്കിയ സമയത്ത് അവർക്ക് ആർക്കും ഞാൻ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷന്റെ പുറത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയതായിട്ട് എന്റെ അറിവിലില്ല. അപ്പൊ എന്തിനായിരുന്നു ഈ ഒരു യാത്ര നടത്തിയത് എന്ന് ചോദിച്ചാൽ, ക്ലിയർ കട്ടായിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ കേന്ദ്ര സർക്കാരിനെ പറ്റിയിട്ട് ഒരു മിഥ്യാധാരണ സർക്കാർ ചെലവില് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ അതുകൊണ്ടും കാര്യം നടക്കാതായപ്പോ ഡൽഹിയിൽ പോയിട്ട് സമരം നടത്തി. ഈ ഡൽഹിയിൽ സമരം നടത്തുന്ന സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഡൽഹിയിൽ ചൊറിയും കുത്തിയിരിക്കുന്ന കുറെ അധികം ആളുകളുണ്ട്. പഴയ പടക്കുതിരകള്, പല്ലുപോയ സിംഹങ്ങൾ. അവര് ഏത് പരിപാടി ആര് വിളിച്ചാലും അവിടെ പോയിട്ട് അത് അറ്റൻഡ് ചെയ്യും. നമ്മുടെ നാട്ടില് സ്ഥിരമായിട്ട് കല്യാണത്തിനും അല്ലെങ്കിൽ ഭാഗവത സപ്താഹത്തിനൊക്കെ ഊണ് കഴിക്കാൻ ചില ആൾക്കാർ വരും. അതുപോലെ എല്ലാ വേദിയിലും പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാർ, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ആ വേദിയിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് വിട്ടാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്ന് കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കാനോ വേറെ ഒന്നും ചെയ്യാനോ സാധിച്ചില്ല. അവിടുന്നാണ് പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ മൈക്ക് കെട്ടി ബെൻസ് ബസ്സിൽ വന്ന് മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിമാരും ജനങ്ങളോട് വാവിട്ട് പറഞ്ഞു 57,400 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ടെന്ന്. പക്ഷെ അങ്ങനെ 57,400 കോടി രൂപ നൽകാനുള്ള ആളുടെ ഭാഗത്ത് നിന്ന് കടമെടുക്കാൻ കൂടുതലായിട്ട് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് സുപ്രീം കോടതിയിൽ ഇവര് ഹർജി സമർപ്പിക്കുന്നത്. ആ ഹർജിയിലും തിരിച്ചടി നേരിട്ടു. ഒരു 5,300 കോടി രൂപ കേന്ദ്രം കനിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് കടമെടുക്കാൻ സാധിച്ചു. ഇതാണ് അതിന്റെ ഫാക്ട്. അപ്പോ ഇത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുക എന്നുള്ള ഒരു ശ്രമം, അല്ലാതെ ഇവിടെ ചെയ്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കേണ്ട സമയമാണല്ലോ ഇത്. ഞങ്ങളുടെ സർക്കാർ ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ ഇതൊക്കെയാണ്, അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ കൂടെ നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ് എന്ന് പറയേണ്ട സമയത്ത് അത്തരം ഒരു കാര്യം പറയാൻ ഇല്ലാതായതോട് കൂടിയിട്ട് ഇവര് തീർത്തും ഈ CAA പോലെയുള്ള വിഷയത്തിലേക്ക് അല്ലെങ്കിൽ മണിപ്പൂർ പോലെയുള്ള വിഷയത്തിലേക്ക് ഒതുങ്ങുകയാണ് ഉണ്ടായത്. അപ്പോ അതുകൊണ്ടാണ് ഇവര് ഈ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ വർഗീയ ചൊയയോട് കൂടിയിട്ടുള്ള ജനങ്ങളിൽ സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ക്യാമ്പയിനുമായിട്ട് കേരളത്തിലെ വിശിഷ്യ CPM മുന്നിലോട്ട് പോകുന്നത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ ഈ ഇന്ത്യയിൽ നടപ്പാക്കിയ വികസനം എന്തുകൊണ്ടോ അൺഫോർച്ചുനേറ്റ്ലി ഈ CPIM-ന്റെയും കോൺഗ്രസിന്റെയും കള്ളപ്രചരണങ്ങളെ ചെറുക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്ത BJP നേതാക്കളും അല്ലെങ്കിൽ നേതൃത്വവും ഈ നരേന്ദ്രമോദി ഇന്ത്യയിൽ നടപ്പാക്കിയ വലിയ വികസനത്തിന്റെ ഒരു കഥ അല്ലെങ്കിൽ ഒരു കാര്യം, ആ കണക്കുകൾ ജനങ്ങളോട് സംവദിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് വളരെ ദുഃഖത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്.